വെള്ളാർമല സ്കൂളിലെ കുരുന്നുകൾ സംസ്ഥാന കലോത്സവ വേദിയിൽ അവരുടെ ജീവിതം പറയുന്ന നാടകവുമായി എത്തി. നാടകത്തിലെ പ്രധാന കഥാപാത്രമായ അമൽജിത്തിന്റെ കഥ അതിജീവനത്തിൻ്റേത് കൂടിയാണ്. ആ റിപ്പോർട്ട് കാണാം. വെള്ളമിറക്കം തുടങ്ങി. ചേന്നൻ നീന്തിത്തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കൊട്ടിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞു കിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരുവിരൽ കൊണ്ട് ചേന്നൻ തിരിച്ചും മറിച്ചുമിട്ട് നോക്കി. അത് അവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയിരിക്കുന്നതിനാൽ നിറമെന്തെന്ന് അറിഞ്ഞുകൂടാ. ഒരു ഉറക്കത്തിലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ മുകളിലായിരുന്നു. പിന്നെ എൻ്റെ മോളുടെ കൈ കണ്ടു. ഒരു അലമാരൻ്റെ വലിയൊരു അലമാര ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിലായി. അവിടുന്ന് പിടിച്ച് വലിച്ച് പുറത്തേക്ക് എടുത്ത് പിന്നെ നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടാണ് അടുത്ത വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഒരു ചായ കുടിക്കേണ്ട ആ ഒരു ടൈം തന്നെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അടുത്ത പൊട്ട് കണ്ട് പിന്നെ എൻ്റെ മക്കളെയും വിളിച്ച് ഞാൻ അടുത്ത ബെഡ്റൂമിലേക്ക് ഓടുമായിരുന്നു. ഓടിയിട്ട് കുട്ടികളെ ബർത്ത് കയറ്റി. പിന്നെ ചിലവർക്ക് അവിടെ നിന്ന് എണീക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു 5 പേര് അവിടെ നിന്ന് ആ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ മിസ്സായിപ്പോയി. എനിക്കിപ്പോൾ ഒരു സന്തോഷം പറഞ്ഞാൽ എനിക്കിത് എങ്ങനെ കഴിയണമെന്ന് എനിക്കറിയണില്ല. അത് വിചാരിച്ചു. കാരണം ഇവനെ ഇതുവരെയായിട്ട് അഭിനയിക്കാനോ ഒന്നിനും പോയിട്ടൊന്നുമില്ല. പക്ഷെ അത് ഈ സാഹചര്യമൊക്കെ കൂടിയിട്ട് അവനെ മാറ്റിപ്പോയി. അമൽജിത്ത് ചൂരൽമലയിലെ ആ വലിയ ദുരന്തത്തിൽ ചുറ്റുമുള്ള ലോകമെല്ലാം ഒലിച്ചു പോയതാണ് അവൻ്റെ. അയൽക്കാരും കൂട്ടുകാരും എല്ലാം. ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ജീവൻ, പ്രകൃതിയോട് പൊരുതി ജീവൻ പിടിച്ചു വാങ്ങിയവൻ. അവനെങ്ങനെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആശങ്കപ്പെട്ട് കഴിയാനാകും? ഇന്ന് സംസ്ഥാന കലോത്സവ വേദിയിൽ വെള്ളാർമലയിലെ കുട്ടികളുടെ നാടകം അരങ്ങേറി. അതിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അമൽജിത്താണ്. കാണികളുടെ കണ്ണും ഉള്ളും നിറച്ചു ആ കുട്ടിക്കൂട്ടം. ഞാൻ അന്ന് കണ്ട ആ ഒരു പ്രകടനമല്ല ശരിക്കും പറഞ്ഞാൽ ഇന്ന് കണ്ടത്. വളരെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനം. ഞാൻ തന്നെ കരഞ്ഞു പോയി സത്യം പറഞ്ഞാൽ. അവൻ വേറെ രീതിയിൽ അതിനെ ഫീൽ ചെയ്തു, വേറെ രീതിയിൽ നല്ല രീതിയിൽ കൺസീവ് ചെയ്തു. അന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളായാലും അതിനപ്പുറം അവൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അമൽജിത്ത് ഒരു അത്ഭുതമായി തോന്നാം. തകഴിയുടെ വെള്ളപ്പൊക്കത്തിലെ ചേന്നന്റെ ജീവനറ്റുപോയ നായയെ ഉൾക്കൊള്ളാൻ അവനല്ലാതെ ആർക്കാണ് കഴിയുക? ഉരുളൊലിച്ചു വരും പോലെ ജീവിതം കാണികളിലേക്ക് പതഞ്ഞു നിറയുന്നു. അരങ്ങിന് വെള്ളാർമലയിലെ കുരുന്നുകൾ തന്ന സാഫല്യം. അരങ്ങിൽ വരച്ചിട്ടത് നാടകമല്ല, ജീവിതം. ഈ മനുഷ്യരെ ഇവിടെ എത്തിച്ചത് ഒറ്റ ഉറപ്പായിരുന്നു: മരണത്തിന് ജീവിതത്തിന്റെ കൊടിപടം താഴ്ത്താനാകില്ലെന്ന ഉറപ്പ്. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത മനുഷ്യരുടെ ലോകമായി വെള്ളാർമല അടയാളപ്പെടുത്തപ്പെടും. അവിടുത്തെ മനുഷ്യരും. ക്യാമറ പേഴ്സൺ MG മഞ്ജുഷിനൊപ്പം അഖില രവീന്ദ്രൻ, ന്യൂസ് മലയാളം.